നമസ്കാരം സുമേഷ് ചന്ദ്രൻ. നമസ്കാരം ഉല്ലാസ് പന്തളം. നമസ്കാരം കുട്ടേട്ടാ, കുറെ നാളായി കണ്ടിട്ട്. സുഖം തന്നെയല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇതിക്കുള്ളിൽ സൂക്ഷിക്കാൻ അല്ലേ? സുമേഷിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ മത്സരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്കൂൾ നാടകത്തിൽ ക്ലൈമാക്സ് രംഗത്തിൽ ഒരു ടാറ്റ കൊടുത്തത് കൊണ്ട് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമായ ഒരു കാര്യമില്ലേ? ഓ തീർച്ചയായിട്ടും അതും പഴന്തോട്ടത്തായിരുന്നു. അതെ, പഴന്തോട്ടത്തായിരുന്നു. ഈ പഴന്തോട്ടം വലിയ തലം തന്നെ അല്ലേ? സ്കൂൾ ഡ്രാമ അല്ലേ? സ്കൂൾ ഡ്രാമ സാറേ. അത് പെരിങ്കള്ളന് ശിഷ്യന്മാരെന്ന് പറയുന്ന നാടകം. ആ നാടകത്തിൽ പെരിങ്കള്ളനാണ് ഞാൻ. അപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ട് ചെയ്തു. ഇതിനകത്ത് അവസാനം കള്ളനെ കെട്ടി കോടതിയിലൊക്കെ ചെയ്തിട്ടുള്ളൊരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വിദൂഷകം എന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ട് ഭയങ്കര മ്യൂസിക്കൊക്കെ ലൈവ് വന്ന മ്യൂസിക് വായിക്കുക, ഹാർമോണിയം ഒക്കെ ആയിട്ട്. അന്നേരം എല്ലാവരും സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിന്നു. ഞാനപ്പോൾ അതിൻ്റെ ഹാപ്പി, എല്ലാവരും കൈയടിക്കുന്നു, എഴുന്നേറ്റ് എന്നൊക്കെ കൈയടിച്ചപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അതിനകത്ത് പോയിന്റ് കുറച്ച് സ്റ്റില്ലിൽ നിൽക്കുമ്പോൾ കൈ അനങ്ങാൻ പാടില്ല. പച്ചലേറ്റ് റെഡായത്. അങ്ങനെ സ്കൂൾ നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വില്ലേജ് പഠിച്ച സ്കൂളിലാ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച ചിറ്റൂളങ്ങര LP സ്കൂളിലാണ്. സ്കൂൾ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. ക്ലാസ് ടീച്ചറുടെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട്, വാസുദേവൻ പിള്ള സാർ. അത് കഴിഞ്ഞിട്ട് UP സ്കൂൾ പുഴിക്കാട്, നമ്മുടെ പുഴിക്കാട്. പിന്നെ NSS ബോയ്സ് ഹൈസ്കൂള്, പിന്നെ NSS കോളേജ്. എല്ലായിടത്തും പറഞ്ഞുവിടുമായിരുന്നോ? അല്ല, അവൻ ഇങ്ങനെ UP സ്കൂൾ പുഴിക്കാട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ അന്ന് 5ലാന്ന് തോന്നുന്നു. അപ്പൊ അന്ന് 7ാം ക്ലാസ് പഠിക്കുന്ന ചേട്ടന്മാരാണല്ലോ, അവര് ക്ലാസ് മീറ്റിങ്ങിന് നാടകം നടത്തും. അപ്പം നാടകം തകൃതിയായിട്ട് നടക്കാം. ഞങ്ങൾ ജനലിൽ കൂടെ ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നപ്പം ഒരാളെ കുത്തി, അയാൾ വീണു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തെ അന്വേഷണത്തിന് SI വരുന്നുണ്ട്. SI ഇങ്ങനെ വിളിച്ചിട്ട്, നീ എന്തിനാ ഇവനെ കൊന്നേ എന്ന് ചോദിക്കുക. അപ്പൊ ടീച്ചർമാരൊക്കെ ഇരുന്ന് ഭയങ്കര ചിരി. ഞങ്ങൾക്ക് അത് എന്തോന്നും പിടികിട്ടിയില്ല. പിന്നീട് ആലോചിച്ചപ്പോഴാണ് നമുക്ക് അതിന്റെ തമാശ മനസ്സിലായത്. ഈ ചത്ത ആളും ഈ കുത്തിയ ആളും കൂടി ഇങ്ങനെ നിൽക്കുക. ഓ, അത് ശരിയാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നത്, നീ എന്തിനാണ് അവനെ കൊന്നത്? അതെ, കൊലയിലിങ്ങനെ കൈ കെട്ടി സത്യങ്ങൾ അറിയാൻ വേണ്ടി. അവർക്കും അറിയത്തില്ല അത് ഇവര് ചെയ്യുന്നത് എന്താന്ന് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ടീച്ചർമാർക്ക് അത് മനസ്സിലായിട്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു എന്റെ പൊങ്ങച്ചൻ പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ള എന്തൊരു സുമേഷ്, നമ്മൾ ഉല്ലാസം അത് കേൾക്കണം. നമ്മളിപ്പൊ ഇക്കാലത്ത് നമുക്ക് വേണ്ടി തള്ളാൻ ആരും കാണത്തില്ല. തള്ളിയാലും നമ്മളെ മറിച്ചിടാനായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ തള്ളിക്കോണം. സിനിമ പോസ്റ്റ് വരെ തള്ളുന്നതിനകത്ത് നമ്മള് തള്ളു കാണാൻ തോന്നാത്ത രീതിയിൽ തള്ളണം. അതൊരു കരയാ. കാരണം ഈ ഇടയ്ക്ക് ഒരു കക്ഷി നമ്മുടെ ഒരു അനുഭവത്തിലുണ്ടായ സംഭവം. അയാളെ ഒരു ഉത്തരേന്ത്യൻകാരൻ പരിചയപ്പെട്ടു. എങ്ങനെ ഹൗ ഈസ് യുവർ ലൈഫ് എന്നയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തുവാ സാറേ, കാര്യമൊന്നുമില്ല, 5-6 നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടും നമുക്ക് വലിയ പണിയൊന്നുമില്ല ഇരിക്കുക. 6 നാഷണൽ അവാർഡ് കിട്ടിയാളെന്ന് അയാളെ ധരിപ്പിച്ചു. അയാൾ പോലും പറഞ്ഞില്ല, ഒറ്റ തള്ളായിരുന്നു വീണ്. മനസ്സിലായി, ഒരു പണിയില്ലെന്ന്. സുമേഷ് അതുപോലെ തള്ളണം. അല്ല, അങ്ങനെ തള്ളാൻ എനിക്ക് അറിയാമല്ലോ. ഞാനിപ്പോ ഇത് പറഞ്ഞു തള്ളി നോക്കാം. ഞാൻ പറയാം, കറക്റ്റ്. ഞാൻ പറയാം, എനിക്ക് സ്കൂളിൽ ഈ പഴനോട്ടം സ്കൂളിൽ എനിക്ക് 4 നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലും 4 നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ ഞാനായിരുന്നു. നിങ്ങളുടെ നാടകം മാത്രമേ ഉള്ളായിരുന്നോ മുമ്പേ? അല്ല, നാടകത്തിന്റെ അല്ല, ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ഇത്. അങ്ങനെയാണ് അവിടെ നിന്നൊക്കെ ഒരു സിനിമയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്. ഈ നേതാക്കന്മാരെ അനുകരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വെടിക്കെട്ട്. അത് ഒരു ഈ നേതാക്കന്മാരുടെ ശബ്ദങ്ങൾ കള്ളുടിയന്റെ ഒക്കെ കഥാപാത്രത്തെ, അല്ല കള്ളുടിയന്റെ കഥാപാത്രത്തെ സ്റ്റേജ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചെയ്യുന്ന, അതിനകത്ത് ചെയ്യുന്ന. അപ്പൊ കള്ളുടി വലിയ മാർക്കറ്റാണോ? എനിക്ക് ബെവറേജസ് കോർപ്പറേഷൻ ഇത്ര ശക്തമായിട്ടായിരിക്കും. എല്ലാ കള്ളുടിയന്മാർക്കും പരിപാടിയുണ്ട്. അല്ല സാർ, വേറെ നമ്മൾ പണ്ട് കോമഡി സ്കിറ്റില് കള്ളുകുടി എന്ന് പറയുമ്പോ ആദ്യത്തെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വരയൻ ഡ്രൈവർ, പിന്നെ ഒരു ചുമന്ന വരയൻ അണ്ടർവെയർ മസ്റ്റ് ആണ്. ഇല്ല, അത് കള്ളുകുടിയനല്ല. അത് എനിക്ക് തോന്നുന്നു മദ്യപനും മെട്ലോഡിനും ഇത് ഒരു കാലത്ത് മസ്റ്റ് ആയിരുന്നു. കൈലി എടുത്താണ് വരുന്നത്. ഇപ്പൊ അത് നമ്മള് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. കാരണം ഈ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. പണ്ടത്തെ ഷാപ്പ്